ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ VK. നമ്മൾ ക്രിസ്മസ് എക്സാമിന് അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചു പോകുന്നുണ്ടല്ലേ? അങ്ങനെ പഠിച്ചാൽ മാത്രം പോരെ, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സോ അങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 25 MCQ ക്വസ്റ്റ്യൻസ് ആണ് സാർ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് എന്റെ മക്കളോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എന്താക്കാം, പെട്ടെന്ന് തന്നെ ചോദ്യത്തിലോട്ട് പോവാം. സോ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്, അതായത് ബിസിനസ് ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. സോ ആ കാര്യം മറക്കരുത്. സാധാരണ എല്ലാവരും ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. സോ തെറ്റിക്കരുത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് among the following is a human cause of business risk, അതായത് ബിസിനസ് റിസ്കിന് കാരണമായേക്കാവുന്ന അല്ലെ ഹ്യൂമൻ കോസ് മൂലം ബിസിനസ് റിസ്കിന് കാരണമായേക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം മിസ്മാനേജ്മെന്റ് ആണ് അല്ലെ, മിസ്മാനേജ്മെന്റ് ആണ് റൈറ്റ് ആൻസർ. സോ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ട്രേഡ് ബിറ്റ്വീൻ ടു പേഴ്സൺസ് ബിലോങ് ടു ദ സെയിം കൺട്രി അല്ലെ, അതായത് ഒരേ രാജ്യത്തുള്ള രണ്ടാളുകൾ തമ്മിൽ കച്ചവടം നടത്തുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്റേണൽ ട്രേഡ് അഥവാ ഹോം ട്രേഡ് എന്ന് വിളിക്കുന്നു. ഇന്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഹോം ട്രേഡ് എന്നും കൂടി ഇന്റേണൽ ട്രേഡിനെ പറയാറുണ്ട്. ഇനി അടുത്ത ചോദ്യം വെയർഹൌസിംഗ് പ്രൊവൈഡ്സ് ഡാഷ് യൂട്ടിലിറ്റി. വെയർഹൌസിംഗ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എന്തോ ഒരു ഹിൻഡ്രൻസിനെ നമുക്ക് മാറ്റി തരുന്നുണ്ട് അല്ലെ. എന്ത് ഹിൻഡ്രൻസിനെയാണ്? ടൈം ആണ് അല്ലെ. ഇനി പ്ലേസിലേക്ക് വരുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ ആണ്, ഫിനാൻസിലേക്ക് വരുന്ന സമയത്ത് ബാങ്കിങ് ആണ്, റിസ്കിലേക്ക് വരുന്ന സമയത്ത് ഇൻഷുറൻസ് ആണ്. അപ്പൊ അതും കൂടി ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്ത ചോദ്യം ഇൻഡസ്ട്രീസ് വിച്ച് പ്രൊവൈഡ് സപ്പോർട്ട് സർവീസസ് ടു അതർ ഇൻഡസ്ട്രീസ് ഈസ് നോൺ ആസ് ഡാഷ്, അതായത് നമുക്കറിയാം സെക്കൻഡറി ഇൻഡസ്ട്രീസ്, പ്രൈമറി ഇൻഡസ്ട്രീസ്. അപ്പൊ ആദ്യത്തെ രണ്ട് ഇൻഡസ്ട്രീസിലും സപ്പോർട്ട് സർവീസ് തരുന്ന ഇൻഡസ്ട്രീസ് ഏതാണെന്നാണ് ചോദ്യം. സോ ദാറ്റ് ഈസ് ടേർഷ്യറി ഇൻഡസ്ട്രീസ് ആണ്. അതായത് പ്രാഥമിക മേഖലയ്ക്കും ദ്വിതീയ മേഖലയ്ക്കും എന്താണ് സപ്പോർട്ട് സർവീസ് കൊടുക്കുന്ന ഇൻഡസ്ട്രീസ് ഏതാണ്? ടേർഷ്യറി ഇൻഡസ്ട്രീസ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം വിച്ച് among the following is the main characteristics of ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. താഴെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഏതാണെന്ന ചോദ്യം. സിംഗിൾ ഓണർഷിപ്പ്, ട്രാൻസ്ഫർ ഓഫ് മെമ്പർഷിപ്പ്, മെമ്പർഷിപ്പ് ബൈ ബർത്ത്, രജിസ്ട്രേഷൻ ഇസ് കമ്പൾസറി എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം വൺ മാൻ വൺ വോട്ട് എന്ന പ്രിൻസിപ്പിള് ഏത് ഫോം ഓഫ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? വൺ മാൻ വൺ വോട്ട് ഏത് ഫോം ഓഫ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, ദാറ്റ് ഈസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. വൺ മാൻ വൺ വോട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം ഡാഷ് പാർട്ട്ണർ ഈസ് വൺ ഹു അലോസ് ദ യൂസ് ഓഫ് ഹിസ് ഓർ ഹെർ നെയിം ബൈ എ ഫേം കൂടാതെ ബട്ട് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഒരാളുടെ ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ആൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ പേരോ അല്ലെങ്കിൽ അവളുടെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ട്ണർഷിപ്പിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെ നടത്തുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഈ പാർട്ട്ണർ? നോമിനൽ പാർട്ട്ണർ ആണ് അല്ലെ. നമുക്കറിയാം ആളുടെ പേര് മാത്രമേ ആൾ എന്ത് ചെയ്യുന്നു? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒന്നും തന്നെ ആൾ എന്ത് ചെയ്യുന്നില്ല? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇനി അടുത്ത ചോദ്യം എ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാൻ ബി ഫോംഡ് വിത്ത് എ മിനിമം ഓഫ് ഡാഷ് അഡൾട്ട് മെമ്പേഴ്സ്, അതായത് എത്ര ആളുകൾ വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 10 അഡൾട്ട് മെമ്പേഴ്സ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം എ ഗവൺമെന്റ് കമ്പനി ഈസ് എനി കമ്പനി ഇൻ വിച്ച് the paid up capital held by government is not less than, അതായത് ഒരു ഗവൺമെന്റ് കമ്പനിയുടെ പേരിൽ അറിയപ്പെടണമെങ്കിൽ മൊത്തം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ശതമാനമാണ് ഓൺ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് 51% ആണ് അല്ലെ. 51% എങ്കിലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഗവൺമെന്റിന്റേതാണെങ്കിൽ മാത്രമേ അതിനെ ഗവൺമെന്റ് കമ്പനി എന്ന് പറയാറുള്ളൂ. ഇനി അടുത്ത ചോദ്യം the government of India decided to sell the shares in telecom department to private sector. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ടെലികോം ഡിപ്പാർട്ട്മെന്റിലെ ഷെയർസ് പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുക്കുന്നു അല്ലെ, അതായത് സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നു. സോ ഐഡന്റിഫൈ ദ സ്യൂട്ടബിൾ ടേം ടു ഡിനോട്ട് സച്ച് ആൻ ആക്ടിവിറ്റി. ഏതാണ് ഈ ഒരു ടേം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്? സോ ദാറ്റ് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഗവൺമെന്റ് സെക്ടറിലെ ഷെയർസ് പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇനി അടുത്ത ചോദ്യം വിച്ച് among the following is an example of departmental undertaking അല്ലെ. പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. സോ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് LIC ആണോ, RBI ആണോ, KSRTC ആണോ, അല്ലെങ്കിൽ ദൂരദർശൻ ആണോ, ഏതാണ്? യെസ്, ദാറ്റ് ഈസ് ദൂരദർശൻ ആണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അല്ലെ. ഇനി അടുത്ത ചോദ്യം VSAT വെരി സ്മോൾ അപ്പറേച്ചർ ടെർമിനൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? വെരി സ്മോൾ അപ്പറേച്ചർ ടെർമിനൽ ഏത് സർവീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സർവീസ്. ട്രാൻസ്പോർട്ടേഷൻ സർവീസ് അല്ല, ബാങ്കിങ് സർവീസ് അല്ല, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് ഒന്നും തന്നെയല്ല. സോ ഏതാണ്? കമ്മ്യൂണിക്കേഷൻ സർവീസുമായി ബന്ധപ്പെട്ടതാണ് VSAT എന്ന് പറയുന്നത് അല്ലെ. ഇനി അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ ബാങ്ക്
which controls the operations of all commercial banks in the country. ഒരു രാജ്യത്തെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഓപ്പറേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ബാങ്ക് ആണ്. ഏതാണ് ഈ ബാങ്ക്? കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, സെൻട്രൽ ബാങ്ക് ആണോ, സ്പെഷ്യലൈസ്ഡ് ബാങ്ക് ആണോ, നാഷണൽ ബാങ്ക് ആണോ? ഏതാടാ? സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? RBI എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് നമ്മൾ എന്ത് വിളിക്കുന്നു? RBI എന്ന് പറയുന്നു. ഇനി അടുത്ത ചോദ്യം, ടാറ്റ ലിമിറ്റഡ് പർച്ചേസസ് ടയേഴ്സ് ഫ്രം MRF ലിമിറ്റഡ്. ടാറ്റ ലിമിറ്റഡ് എന്ത് ചെയ്യുന്നു? MRF ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ടയർ പർച്ചേസ് ചെയ്യുന്നു അല്ലെ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. നമ്മൾ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഈ കൊമേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് B2C കൊമേഴ്സ്, C2C കൊമേഴ്സ്, ഇൻട്രാ ബി കൊമേഴ്സ്, B2B കൊമേഴ്സ്. അപ്പോൾ ഇത് ഏതിനായിട്ട് വരുന്നത്? ഏതിന്റെ എക്സാമ്പിൾ ആണ്? സോ B2B ആണ്. രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാണ്? ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ എന്ത് ചെയ്യാണ്? അവർ പർച്ചേസും സെയിൽസും നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് B2B. രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. ക്യാഷ് വിഡ്രോവൽ ബൈ എ കസ്റ്റമർ ബൈ യൂസിങ് ATM. ഒരു കസ്റ്റമർ എന്ത് ചെയ്യാണ്? ATM യൂസ് ചെയ്തിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാണ്. ഇത് എന്തിന് എക്സാമ്പിളുകളായിട്ട് വരുന്നു? അല്ലെങ്കിൽ ഇത് ഏത് സ്കോപ്പുമായി ബന്ധപ്പെട്ടതാണ്? B2B, B2C, ഇൻട്രാബി, C2C എന്ന് പറയുന്നുണ്ട്. സോ ആൻസർ എന്താണ്? B2C ആണ്. ബിസിനസ് ടു കസ്റ്റമർ ആണ്, അല്ലെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, റെസ്പെക്ടിങ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ ഇൻ അഡ്വർടൈസിങ് എ പ്രൊഡക്റ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് റെസ്പോൺസിബിലിറ്റി. അതായത് നമുക്കറിയാം, മതപരമായിട്ടുള്ള റിലീജിയസ് പരമായിട്ടുള്ള സെന്റിമെന്റ്സിന് എന്ത് ചെയ്യുന്നു? റെസ്പെക്ട് ചെയ്യുന്നു. അതിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെന്റ് ആണ് കൊടുക്കുന്നത്. സോ ഇത് ഏതിന് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്? അല്ലെങ്കിൽ ഏത് റെസ്പോൺസിബിലിറ്റിക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നതാണ്? ലീഗൽ ആണോ, എത്തിക്കൽ ആണോ, എക്കണോമിക് ആണോ, ഡിസ്ക്രിപ്ഷൻ ആണോ? സോ ദാറ്റ് ഈസ് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. നമുക്കറിയാം, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തുണ്ട്? ഒരുപാട് എത്തിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ ഇതിന് എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, കാർബൺ മോണോക്സൈഡ് എമിറ്റഡ് ബൈ ഓട്ടോമൊബൈൽസ്. അതായത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക എന്തിന് കാരണമാവുന്നു? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് ഈസ് എയർ പൊല്യൂഷൻ ആണ് അല്ലെ. വാഹനങ്ങളിൽ നിന്നുള്ള പുക എന്തിന് കാരണമാവുന്നു? ഇനി വേറെ രീതിയിൽ ചോദിച്ചേക്കാം, ഫാക്ടറികളിൽ നിന്നുള്ള പുക എന്തിന് കാരണമായേക്കാം? എയർ പൊല്യൂഷന് കാരണമായേക്കാം അല്ലെ. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ പബ്ലിക് കമ്പനീസ് ടു ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ഇറ്റ്സ് ഷെയർസ്. അതായത് പബ്ലിക് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഏതൊരു ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പുറപ്പെടുവിക്കുന്നുണ്ട്. ആ ഡോക്യുമെന്റിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. സോ അതിനെ പറയുന്ന പേരാണ് പ്രോസ്പെക്ടസ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇൻവിറ്റേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 20, റൂൾസ് റിഗാർഡിംഗ് ഇന്റേണൽ മാനേജ്മെന്റ് ഓഫ് എ കമ്പനി ഈസ് മെൻഷൻഡ് ഇൻ ദ ഡാഷ് ഡോക്യുമെന്റ്. അതായത് ഏതൊരു ഡോക്യുമെന്റിലാണ് ആ ഒരു കമ്പനിയെ സംബന്ധിക്കുന്ന ഇന്റേണൽ മാനേജ്മെന്റുമായി സംബന്ധിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത്? അപ്പൊ താഴെ ഏതൊരു ഡോക്യുമെന്റിലുണ്ട്? നമുക്ക് നോക്കാം ഏതാണെന്ന്. സോ ദാറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് ഒരു കമ്പനിയുടെ ഇന്റേണലുമായി ബന്ധപ്പെട്ടല്ല ഇന്റേണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവാറുള്ളത്. സോ ഏതാണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്, അല്ലെങ്കിൽ AOA എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കാറുണ്ട് അല്ലെ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ക്ലോസ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിഫൈൻസ് ദ പർപ്പസ് ഓഫ് എ കമ്പനി ഈസ് ഫോംഡ്. അതായത് താഴെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറച്ച് ക്ലോസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് ക്ലോസിലാണ് ഒരു കമ്പനി ഫോം ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ആ പർപ്പസ് എന്താണ്, അത് സംബന്ധിക്കുന്ന ഏത് ക്ലോസിലാണ് അത് പറയുന്നത് അല്ലെ. നമുക്ക് നോക്കാം, ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ലാബിലിറ്റി ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്, നെയിം ക്ലോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ ഏതാണ്? ഒബ്ജക്റ്റ് ക്ലോസ് ആണ് റൈറ്റ് ആൻസർ. ഒരു കമ്പനി എന്തിനാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ ഒബ്ജക്ട്സ് എന്താണ്, അല്ലെങ്കിൽ പർപ്പസ് എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഔട്ട് അല്ലെ. ഓഡ് വൺ, അത് കൂട്ടത്തിൽ പെടാത്തവൻ ആരാണെന്നാണ് ചോദ്യം. സോ ട്രേഡ് ക്രെഡിറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ് ആൻഡ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ആണ്. അതിന് നമ്മൾ റീടൈൻഡ് ഏർണിംഗ്സ് എന്ന് പറയാറുണ്ട് അല്ലെ. സോ അത് എന്തുകൊണ്ടാണ് അത് ഓഡ് വൺ ആവാൻ ആയിട്ട് റീസൺ എന്താ? ഇന്റേണൽ ആണ്, മറ്റേത് എന്താണ്? എക്സ്റ്റേണൽ സോഴ്സ് ആണ്. ഇത് ഇന്റേണൽ സോഴ്സ് ആണ്. ഓക്കെ. ഇനി അടുത്തത്, ഡാഷ് ഈസ് an unsecured promissory note issued by a firm to raise funds for a short period varying from 90 days to 364 days. അതായത് ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഉറപ്പിച്ചോണം അത് കൊമേഴ്ഷ്യൽ പേപ്പർ ആണ്. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 90 to 364 ഡേയ്സ് ആണെന്നും നമുക്കറിയാം. സോ ഏതാണ്? കൊമേഴ്ഷ്യൽ പേപ്പറിന് ഉദാഹരണങ്ങൾ കൊമേഴ്ഷ്യൽ പേപ്പർ ആണ് ഈ പറയുന്ന അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം,
A company wants to purchase a plant and machinery as a part of its modernization program. അതായത് ഒരു സ്ഥാപനത്തിന് എന്ത് ആവശ്യമായിട്ടുണ്ട്? ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യണം അല്ലെ? അതിന്റെ മോഡേണൈസേഷന്റെ ഭാഗമായിട്ടാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യേണ്ടത്. സോ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഫണ്ട് റിക്വയർഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഫണ്ടാണ് ഈ ഒരു ഫേമിന് ആവശ്യമായിട്ട് ഉള്ളത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ, നൺ ഓഫ് ദീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ ഏതാണ്? ഫിക്സഡ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറയാനുള്ളത് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് അല്ലെ? കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് നമ്മൾ എന്ത് വിളിക്കാറ്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാറുള്ളത്. അപ്പൊ ഫിക്സഡ് അസറ്റ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെ പറയുന്നത് ഫിക്സഡ് അസറ്റുകളാണ് അല്ലെ? ഇനി അവസാനത്തെ ചോദ്യം, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ടേംഡ് ആസ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്? സോ അത് ആൻസർ ഏതാണ്? ക്രെഡിറ്റേഴ്സ് ആണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ക്രെഡിറ്റേഴ്സ് ആയിട്ടാണ് ഒരു സ്ഥാപനത്തിൽ ട്രീറ്റ് ചെയ്യാറുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 25ഓളം വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. സോ ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ക്രിസ്മസ് എക്സാം നമുക്ക് സൈലത്തിന്റെ കൂടെ അടിപൊളിയായിട്ട് ഫുൾ മാർക്കും സ്കോർ ചെയ്യേണ്ടതുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്.